അന്വേഷണം ആരംഭിക്കും മുൻപേ അവസാനിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് കണ്ടെത്തപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പൊതുവായി ആർക്കെതിരെയും ഒരു കുറ്റവാളി പരിവേഷത്തോടു കൂടി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവരെ തടയിടാൻ കഴിയുക. അപ്പോൾ ശരിയായ അന്വേഷണത്തിന് മതേതരത്വത്തെ സംരക്ഷിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്ത നിർവഹണം എന്ന ഭാഗം കൂടിയുണ്ട്. ഇവിടെ പക്ഷേ ഈ അന്വേഷണങ്ങളൊന്നും ആ രൂപത്തിൽ പോകുന്നില്ല. എന്തുകൊണ്ട്? മാത്രവുമല്ല, ഇത്തരം എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ ഉടൻ തന്നെ കേരള പോലീസിൻ്റെ ആദ്യത്തെ മറുപടി എന്നത് NIAക്ക് അന്വേഷിക്കാൻ വിടുക എന്നതാണ്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവർ വേഗം ഇത് NIAയിലേക്ക് മാറ്റുന്നത് എന്തുകൊണ്ട്? ഇത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്രമിക്കുന്ന സ്വഭാവത്തിലുള്ളതാകുമെന്ന് അതിവേഗം തെറ്റിദ്ധരിക്കപ്പെടും എന്ന ആശങ്ക കൊണ്ടാണോ? ഇപ്പോൾ ഈ കനകമലയിലെ സംഭവം NIA അങ്ങനെ തന്നെ വന്ന് പെട്ടെന്ന് കുറേ ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട അവസ്ഥ കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഒരു കേന്ദ്ര ഏജൻസി വന്ന് അവരുടേതായ മാത്രം യുക്തികളുടെ അടിസ്ഥാനത്തിൽ കുറേ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടുത്തെ പോലീസ് നോക്കൂത്തിയാവുകയാണ്. അപ്പോൾ വലിയൊരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ അതിന് അരുനിൽക്കുന്ന പ്രവണതയാണ് ഔദ്യോഗിക സംവിധാനങ്ങൾ തന്നെ ഒരുക്കി കൊടുക്കുന്നത്. ഇത് വലിയൊരു കൃത്യവിലോപമല്ലേ? അല്ല, ഒന്ന് NIA ആകെ പെർഫെക്റ്റ് ആണെന്ന അഭിപ്രായമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അത് ദേശീയ അന്വേഷണ ഏജൻസി അതിൻ്റേതായ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായി NIA ഉൾപ്പെടെയുള്ള അന്വേഷക സംഘത്തെ സംഘപരിവാർ അജണ്ടയിൽ വന്നതിന് ശേഷം അത് വേറെ ഡയമെൻഷനിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഫാക്റ്റാണ്. അവർക്ക് വഴി തുറന്നു കൊടുക്കുന്നത് നിങ്ങളാണെന്നതാണ് ചോദ്യം. വളരെ ഗൗരവമാണ്. ഇത്തരം സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയും പോരുത്. പക്ഷേ ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് നേരത്തെ ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി പറഞ്ഞ അഭിപ്രായം എന്തിന് ISITയെ പിരിച്ചുവിട്ടു എന്നുള്ളതിൻ്റെ മറുപടിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും അന്വേഷിക്കാമല്ലോ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരൊറ്റ കാര്യം, ഈ ISIT എന്നത് ഇവിടെ കോടിയേരി രൂപീകരിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെ UPA സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ചിദംബരത്തിന് മറ്റൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മറ്റൊരു അന്വേഷണ സംവിധാനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെച്ചു. കോടിയേരി അതിനെ എതിർക്കാനുണ്ടായത് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുമെന്ന രാഷ്ട്രീയമായ നിലപാടുകൊണ്ടാണ്. പക്ഷേ ഇതിലൊക്കെ വ്യത്യസ്തമായ സമീപനങ്ങൾ ഓരോ ഘട്ടത്തിൽ ഓരോ ഭരണകൂടത്തിൻ്റെയും പ്രതിനിധികൾ പുലർത്താറുണ്ട്. ഒന്ന്, ISITയെ പിരിച്ചുവിട്ടതും ചിദംബരത്തിൻ്റെ സ്റ്റാൻഡിൻ്റെയും ഭാഗമായിട്ടാണ് എന്നുള്ളതിനോട് യോജിപ്പിക്കാനില്ല, അതൊരു വസ്തുതയല്ല. ISITയെ പിരിച്ചുവിടുകയുമായി ബന്ധപ്പെട്ട് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പൊളിറ്റിക്കലി അവരെടുത്തിട്ടുള്ള നിലപാടിൻ്റെ പാളിച്ചയാണ്. അതങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഒരു വിഷയമല്ല, കേരളം രൂപം കൊണ്ടതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ നിശ്ചയിച്ച ജുഡീഷ്യൽ കമ്മീഷനെ ആ സർക്കാർ മാറി വേറൊരു മുന്നണി സർക്കാർ വന്നപ്പോൾ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അത് കാസർഗോഡ് വർഗീയ ലഹളയുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാണ് കമ്മീഷനെ പിരിച്ചുവിട്ടത്. റിയാസ്, അല്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുടരന്വേഷണം നടക്കണ്ടേ? അതിന് വേറെ കമ്മീഷൻ വെക്കണ്ടേ? ഈ ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കമ്മീഷൻ ഇദ്ദേഹം ഉൾപ്പെടെ ആക്കി നിശ്ചയിച്ച സമയത്ത് അങ്ങനെ ഒരു വാദം ശക്തമായിട്ട് വന്നില്ലല്ലോ. പിന്നെ ഭരണം മാറുമ്പോൾ മാത്രം അന്വേഷണം പുരോഗമിക്കുമ്പോൾ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് വരുമ്പോൾ എന്തിനങ്ങനെ വരുന്നു? ഇവിടെ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, ഈ സംഘപരിവാർ വിചാരധാരയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന RSS 3 എമ്മുകളെ ശത്രുക്കളായി കാണുന്ന മുസ്ലിം അതുപോലെ മാർക്സിസ്റ്റ് അതിനുവേണ്ടി ഇന്ത്യയിലാകെ പ്രചരിപ്പിക്കുന്ന 2 ജില്ലകൾ കേരളത്തിലാണ്. ഒന്ന് കണ്ണൂർ, ആൻറ്റി മാർക്സിസ്റ്റ് പ്രചരണത്തിന് കണ്ണൂർ ഉപയോഗിക്കുന്നു, ആൻറ്റി മുസ്ലിം പ്രചരണത്തിന് മലപ്പുറം ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ 2 ജില്ലയും ഇന്ത്യയിലെ കൊളോണിയൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന ജില്ലയാണ്. ത്യാഗോജ്വല സഹന സമരങ്ങൾക്ക്, വാഗൺ ട്രാജഡി പോലുള്ള ഉജ്ജ്വലമായ സഹന രക്തസാക്ഷിത്വമുള്ള പയ്യന്നൂരും കണ്ണൂരുമൊക്കെ ഇതിനുപയോഗിക്കുന്നു. ഇത് തെറ്റാണ്. ഇപ്പോൾ മലപ്പുറം ഇത് മാത്രമല്ല, ഫെർട്ടിലിറ്റി റേറ്റുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു വന്നപ്പോൾ ഗുജറാത്തിനേക്കാൾ കുറവാണ് മലപ്പുറം എന്ന വസ്തുത വരുന്നു. ഇന്ത്യൻ ആവറേജിനേക്കാൾ കുറവാണ് കേരളം എന്നുള്ള വസ്തുത വരുന്നു. കള്ളപ്രചരണം നടത്തുന്നു. ഇത് പാടില്ല. അതെ, ഇത് പാടില്ല. ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനകത്ത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെ അല്ലെങ്കിൽ ആ മതമാകെ ഭീകരവാദമാണ് എന്ന് മുദ്രകുത്ത ഉപയോഗിക്കരുത്. പകരം ഫാക്ട് മനസ്സിലാക്കി അത് ഉപയോഗിക്കണം. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ. ഇതിപ്പോ സംഘപരിവാറുകാർ ഇതൊരു മതവുമായി ബന്ധപ്പെടുത്തി ഇതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു.
മറുഭാഗത്തുള്ളവർ എതിർ നിലപാടും സമാന സ്വഭാവത്തിൽ സ്വീകരിക്കുന്നു. ശരി, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാടാണെന്ന് അംഗീകരിക്കുന്നു. അങ്ങ് പ്രധാനമായും പ്രവർത്തിക്കുന്നത് DYFI നേതാവ് നിലയിലാണല്ലോ. ഈ DYFI നാറാത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായപ്പോൾ അവിടേക്കൊരു മാർച്ച് ഉദ്ദേശിച്ചിരുന്നല്ലോ. പിന്നീട് അത് റദ്ദാക്കിയത് എന്തുകൊണ്ടാണ്? അത്തരമൊരു മാർച്ച് ഈ BJPയുടെ നേതൃത്വവും നടത്തുകയുണ്ടായി. പക്ഷേ ആ സംഭവ സ്ഥലത്തിനൊക്കെ വളരെ മുന്നേ തന്നെ പോലീസ് അവരെ തടയുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ റദ്ദാക്കുക തന്നെയാണ് ചെയ്തത്. അതിൻ്റെ അന്വേഷണം ഏതളവ് വരെ പുരോഗമിച്ചു റിയാസ്? നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരമൊരു പ്രതിഷേധത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങിയത്? അല്ല, DYFI ഇത്തരം എക്സ്ട്രീം നിലപാടിനോട് ഒരു കോംപ്രമൈസ് ചെയ്യുന്നുവെന്ന് ശ്രീ വേണുവല്ല, ഇനിയിപ്പോൾ അതിലും വലിയ രീതിയിലേക്ക് ഗീബൽസിയെ തന്നെ നേരിട്ട് വന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ജനം വിശ്വസിക്കില്ല. ഞങ്ങളിതിൻ്റെ വിക്ടിംസാണ്. ഇപ്പോൾ ഈ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ എക്സ്ട്രീം നിലപാടിനെതിരെയും ഈ മുസ്ലിം തീവ്രവാദ സംഘടനകളെതിരെ ഇപ്പോൾ SDPIക്കെതിരെ പേരെടുത്തുകൊണ്ട് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. നേരത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ശ്രീ ഉമ്മൻചാണ്ടി. എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ പേരെടുത്ത് മുഖം നോക്കാതെ നിലപാട് പറയുന്നവരാണ്. അതിൽ മുസ്ലിം സമുദായത്തിലുള്ളവരെ വഴിതെറ്റിക്കുന്ന മുസ്ലിം തീവ്രവാദ പ്രവർത്തനമായാലും ഇതിനൊക്കെ കാരണമായ സംഘപരിവാറിൻ്റെ ഭരണക്കീഴിൽ നടക്കുന്ന ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്ന പ്രവർത്തനം തുറന്നു പറയും. ഞങ്ങൾ കോംപ്രമൈസിനില്ല. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ എം ടി രമേശ്, ഇവിടെ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ പല കേസുകളും സൂചിപ്പിക്കുകയുണ്ടായി. വാഗമണിലെ സിമി ക്യാമ്പ്, പാനായിക്കുളം. ശരി, ഇവിടെയൊക്കെ കൃത്യവിലോപം വരുന്നു, ഇവിടെയുള്ള പലരും രക്ഷപ്പെടുന്നു, സമ്മതിക്കുന്നു. ഷിബിലിയും ഷാദുലിയും അങ്ങനെ രക്ഷപ്പെട്ട രണ്ടുപേരാണ്, ഈരാറ്റുപേട്ട സ്വദേശികൾ. ഈ സിമി ക്യാമ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നാം കൃത്യവിലോപം കാണിച്ചു. അതിൻ്റെ ഭാഗമായി ഇരുവരും രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് ഇരുവരും പിടിയിലാകുന്നു. പോലീസ് ഭാഷ്യമനുസരിച്ചാണെങ്കിൽ സ്ഫോടക വസ്തുക്കൾ സഹിതം. അത് കഴിഞ്ഞതിന് ശേഷം അവർ പിടികൂടപ്പെടുന്നു, UAPA ചുമത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്ത് കിടക്കുകയാണ്. വിചാരണ തടവുകാരായി 8 കൊല്ലം കഴിയുന്നു. ഹൂബ്ലി സ്ഫോടന കേസിൻ്റെ പിന്നീട് കോടതി വിധി വരികയാണ്. ഈ ഷിബിലിയും ഷാദുലിയും ഒക്കെ നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർപ്പാക്കരുത്, പെട്ടെന്ന് തന്നെ വിധി പ്രസ്താവം നടത്തരുത് ശ്രീ MT രമേശ്. അങ്ങനെയെങ്കിൽ ഈ കടുത്ത അന്വേഷണങ്ങൾ, കടുത്ത കുറ്റം ചുമത്തലുകൾ, ഇതിനെല്ലാം ശേഷം നീതി നിഷേധത്തിൻ്റെ കണക്കുകൾ ആണ് പുറത്തു വരുന്നത് എങ്കിൽ അതിനെതിരെ പ്രതിഷേധം വരും. അത് ചിലപ്പോൾ സംഘടിത സ്വഭാവത്തിലുള്ളതാകണമെന്നില്ല, ഒറ്റപ്പെട്ടതാകാം. അത് ജനാധിപത്യപരമായ സ്വഭാവത്തിലുള്ളതാകണമെന്നില്ല, തീവ്ര സ്വഭാവത്തിലുള്ളതാകാം. ശ്രീ രമേശ്. വേണു, വിധി പ്രഖ്യാപിക്കേണ്ടത് കോടതിയാണ്. വിധി പ്രഖ്യാപിക്കുന്നത് നമ്മളാരുമല്ലല്ലോ. പക്ഷേ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നു, ആളുകളെ പിടികൂടുന്നു. ആളുകളെ പിടികൂടി നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാക്കിയാൽ അവർ നിരപരാധികളാണ് എന്ന് വിധിക്കാൻ എനിക്ക് നിങ്ങൾക്ക് അവകാശമില്ല. അവരെങ്ങനെയാണ് നിരപരാധികളാവുന്നത്? കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അന്വേഷണ ഏജൻസിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അന്വേഷണ ഏജൻസിയാണ് കുറ്റപ്പെടുത്തുക. കാരണം കൺമുമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു എന്നെല്ലാവർക്കും. ഭീകരവാദ പ്രവർത്തനത്തിന് ഏർപ്പെടുന്നവരെ നിയമത്തിന് മുമ്പിൽ കൃത്യമായിട്ടുള്ള തെളിവുകളോടുകൂടി ഹാജരാക്കി അതിനെ മുളയിലേ നുള്ളുക എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത്. ചില ഘട്ടങ്ങളിൽ അന്വേഷണ ഏജൻസി ആ കാര്യത്തിൽ പരാജയപ്പെടുന്നു. ആ പരാജയമാണ് ഇത്തരം ആളുകൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ മലപ്പുറത്ത് സ്ഫോടനമുണ്ടായി, കൊല്ലത്ത് സ്ഫോടനമുണ്ടായി. ഇതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് ആര് പറഞ്ഞു? ഞാൻ ഈ ചർച്ചയിൽ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ പേര് പറഞ്ഞു? പക്ഷേ റിയാസ് പറയുകയാണ്, അബ്ദുള്ള പറയുകയാണ്, അബ്ദുള്ള പറയുകയാണ്, ഇതൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ. ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ പേര് പറഞ്ഞില്ല, നിങ്ങളാണ് പറയുന്നത്. ഞാൻ മുഹമ്മദ് റിയാസോടും അബ്ദുള്ളയോടും ചോദിക്കുന്നത്, നിങ്ങൾ എന്തിന് മുസ്ലിം സമുദായത്തിൻ്റെ പേര് പറയണം? എന്തിന് മുസ്ലിം എന്ന വാക്ക് സംസാരിക്കുമ്പോൾ അങ്ങ് പറയുകയുണ്ടായല്ലോ, ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശൃംഖലകൾ കേരളത്തിലുണ്ട്. മുൻപ് അങ്ങനെ ഒരു കാര്യമേ ഉള്ളതായി ഞങ്ങൾ പറയുമ്പോൾ നിഷേധിക്കുമായിരുന്നു എന്ന് ശ്രീ MT രമേശ് തന്നെയാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ പേരിൽ പറയപ്പെടുന്ന സംഘടനകൾ ഞാൻ എടുത്തു പറഞ്ഞു. നിങ്ങളുടെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ പരസ്യമായി പ്രസ്താവന ഇറക്കുന്നുണ്ട് ഒരു സമുദായത്തെ മോശമാക്കിയിട്ട്. ഏത് സമുദായത്തെ മോശമാക്കിയിട്ട് റിയാസെ പറയേ? ഏത് സമുദായത്തെ മോശമാക്കിയിട്ട് പ്രസ്താവന ഇറക്കിയത്? ഞങ്ങൾ ഇന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ വേണോ? അങ്ങനെ വെറുതെ നിങ്ങളുടെ എത്ര ഉമാഭാരതിയുടെ സ്റ്റേറ്റ്മെന്റ്, സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്റ്റേറ്റ്മെന്റ്,
ഇസ്ലാം സമം തീവ്രവാദമെന്ന് പച്ചക്ക് പറയുന്ന, statement? അല്ലെങ്കിൽ മതം മാറിയാൽ ഈ രാജ്യത്ത് ജീവിക്കാമെന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരിച്ചാൽ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്ന എത്ര സ്റ്റേറ്റ്മെന്റ് ആ പ്രസ്ഥാനത്തെയല്ലേ അങ്ങ് പ്രതിനിധീകരിക്കുന്നത്? അങ്ങ് പറഞ്ഞില്ലേ എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞില്ലേ എന്നുള്ളതല്ല, ഞാനും അങ്ങും പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അതാണ് വിഷയം. റിയാസെ ഒരു കാര്യം കൂടി കൂട്ടി പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞ 4 പേരുടെ കൂട്ടത്തിൽ VS അച്യുതാനന്ദന്റെ പേര് കൂട്ടി പറഞ്ഞു. 2021 ആകുമ്പോഴേക്ക് കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറുമെന്ന് BJP അല്ല പറഞ്ഞത്, നിങ്ങളുടെ നേതാവ് VS അച്യുതാനന്ദനാണ്. നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല റിയാസെ, ചിരിച്ചിട്ട് കാര്യമില്ല. റിക്കാർഡിക്കലാണ്, തെളിവുണ്ട്, ഓഡിയോ പ്രൂഫുണ്ട്. നിങ്ങളുടെ നേതാവ് ഇവിടെ വിഷയം എന്താ? ഇവിടെ മുസ്ലിം വിരുദ്ധത പറയുന്നുണ്ടോ? VS മുസ്ലിം വിരുദ്ധ, മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണം VS പറഞ്ഞു. മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞതിനെതിരെ ശക്തമായ നിലപാട് പറയുന്ന ആളാ സഖ VS. എനിക്ക് ഓർമ്മയുണ്ട് അത്തരം വിഷയങ്ങൾ. മുട്ടുമ്പോ കൊഞ്ഞനം കുത്തല റിയാസെ. VS അച്യുതാനന്ദൻ പറഞ്ഞത് 2021 കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് മാറും. അതുകൊണ്ട് ജാഗ്രതയായിരിക്കണം. ആര് ജാഗ്രതരാവണം റിയാസെ? ആരാണ് ജാഗ്രതയാവേണ്ടത്? 2021 കേരളം മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറാതിരിക്കാൻ ജാഗ്രതയായിരിക്കണം. പറഞ്ഞു നിങ്ങളുടെ നേതാവ് അച്യുതാനന്ദൻ പറഞ്ഞു. പോലെയുള്ള ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവിതമാകെ ഇത്ര കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കരുത്. ശരി റിയാസ്, രമേശ് രണ്ടുപേരും സഹകരിക്കണം. കേൾക്കുന്നുണ്ട്. VS അച്യുതാനന്ദൻ 50 കൊല്ലം മുമ്പല്ല, VS അച്യുതാനന്ദൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞ 50 കൊല്ലം മുമ്പ് പറഞ്ഞല്ല. ഞാനും നിങ്ങൾ ഉൾക്കൊള്ള സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്, കേട്ടിട്ടുള്ളത്. റിയാസിനെ സംശയമുണ്ടെങ്കിൽ പഴയ ഓഡിയോ പരിശോധിച്ച് നോക്ക്. ഇനി വേണം ഒരു കാര്യം കൂടി, മുസ്ലിം വിരുദ്ധത, മുസ്ലിങ്ങൾ ഈ നാടിന് ആപത്താണെന്നുള്ള നിലയിലുള്ള ആശയം പ്രചരിപ്പിക്കുന്ന വ്യക്തിയല്ല. അത് വ്യക്തിയല്ല, VS മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ പറയില്ല. ശരി ശ്രീ രമേശിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ അത് പറയുന്നതിൽ എന്താ തെറ്റ്? രമേശ് പറയാൻ വന്ന പൂർത്തിയാക്കും. അല്ല, ഞാൻ പറഞ്ഞത് നേരത്തെ അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു, ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ അംഗീകരിക്കില്ല. ഞാൻ മുഖവിലക്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം ചില ശക്തികളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല. അവർ കുറ്റക്കാരാണോ, അവർ നിരപരാധികളാണോ, രണ്ടും നമുക്കറിയില്ല. പക്ഷെ എന്തിന് മുൻവിധിയോടുകൂടി ചാടിക്കയറി അത്തരം ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കണം? ഇവിടെ തീവ്രവാദ സ്വഭാവമുള്ള കനകമലയിൽ IS രണ്ടത്താണി അല്ല സാർ, രണ്ടത്താണി പറഞ്ഞതല്ല. രണ്ടത്താണിയുടെ പാർട്ടി തീവ്രവാദ സ്വഭാവമുള്ള കേസുകൾ അന്വേഷിക്കുന്നതിൽ NIA-ക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. വിദ്യാലയത്തിനെതിരായിട്ടുള്ള UAPA ചുമത്തുകയാണ്. UAPA ചുമത്തുന്നത് വഴി നീതി നിഷേധം ഉണ്ടാകുന്നു, മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്നു. അതൊരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിന്റെ പൊതു അനുഭവം വെച്ചുകൊണ്ട് നടത്തുന്ന അങ്ങനെയല്ല. അല്ല, എനിക്ക് പറയണ കാര്യത്തിൽ വേണു അങ്ങനെയല്ല പറഞ്ഞത്. കേസുകൾ കേരളത്തിലെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഇവിടെ പറഞ്ഞ കാര്യം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ന്യായമില്ലേ? ഇന്ന് ഏറ്റവും ഒടുവിൽ BJP-യുടെ പ്രസ്താവന പുറത്തു വന്ന എന്താണ്? ഭോപ്പാലിൽ 8 പേരെ വെടിവെച്ച് കൊന്നിട്ട് അതിൽ സംശയമുണ്ടെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുമ്പോൾ ആ കാര്യം അന്വേഷിക്കുമെന്നല്ല, അങ്ങനെ വെടിവെച്ച് കൊന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണം പാടില്ലെന്ന രാജ്യം ഭരിക്കുന്ന നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ അന്വേഷണം നടക്കുന്നില്ല. കേരളത്തിൽ അന്വേഷണം നടക്കാത്തത് പോലെയാണ് BJP പറയുന്നു. ഇനി ഭീകരരാണെന്ന് കണ്ടെത്തുന്നവരെ വെടിവെച്ചു കൊന്നാൽ അന്വേഷണം ആവശ്യപ്പെടരുത്, അന്വേഷണം നടക്കില്ല എന്ന്. അവിടെ വെടിവെച്ചു കൊന്നിട്ട് അന്വേഷണം നടക്കില്ല എന്ന് പറയുന്നു. ഇവിടെ ഒരു തരിമ്പ് പോലും അന്വേഷിക്കാതെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു. കോടതി BJP-യാണോ? രാജ്യത്തെ കോടതി കൽപ്പിക്കേണ്ട ശിക്ഷ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൽപ്പിച്ചാൽ ഈ രാജ്യത്ത് എന്താവും നീതി? അതാണ് അറിയാത്തത്. ശ്രീ രണ്ടത്താണി, അങ്ങനെ ഒരു അന്വേഷണം ഇവിടെ വന്ന് വാർത്ത അന്വേഷിക്കട്ടെ.
എന്തിനാ അന്വേഷണം രണ്ട് ഭയപ്പെടുന്നത്? തനി അന്വേഷിക്കട്ടെ, എവിടെയാണ് BJP അന്വേഷിക്കട്ടെ എന്ന് പറയുക മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. അന്വേഷിക്കട്ടെ എന്ന ഞങ്ങളിവിടെ പറഞ്ഞല്ലോ ഇപ്പൊ ഇല്ല അന്വേഷിക്കട്ടെ എന്ന പദം പറച്ചിൽ മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ വേഗം തിരികെ എത്താം. ഒരിടവേളയ്ക്ക് ശേഷം ഞാൻ വേഗം തിരികെ എത്താം.